യോഗ ക്ലബ് രൂപീകരണത്തിന്റെ സമാപന ഉദ്ഘാടനവും എരനെഴുത്ത് ഹാളിൽ വെച്ച് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത പി നിർവഹിച്ചു. ആരോഗ്യപൂർണമായ ദീർഘായുസ്സ് നേടിയെടുക്കുന്നതിനും രോഗാതുരമായ ശരീരത്തെ സ്വാസ്ഥ്യത്തിലേക്ക് നയിക്കുന്നതിനും ആയുർവേദത്തിന്റെയും യോഗയുടെയും പങ്ക് മഹത്തരമാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ആരംഭിക്കുന്ന ആയുഷ് യോഗ ക്ലബ്ബുകൾ മുഖേന സമ്പൂർണ്ണ യോഗ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കുന്നതിന് തുടക്കം കുറിച്ചുകൊണ്ട് ഭാരതീയ ചികിത്സാ വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വാർഡ് മെമ്പർമാരെ ചെയർപേഴ്സണായും യോഗയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ള വ്യക്തികളെ വൈസ് ചെയർപേഴ്സണായും ഉൾപ്പെടുത്തിക്കൊണ്ട് യോഗ ക്ലബ് രൂപീകരിച്ചതിന്റെ ഭാഗമായി 12ാം വാർഡിലെ യോഗ ക്ലബ് രൂപീകരണവും യോഗ ക്ലബ് രൂപീകരണത്തിന്റെ സമാപന ഉദ്ഘാടനവും എരനെഴുത്ത് ഹാളിൽ വെച്ച് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത പി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അനിത പി കെ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു സ്വാഗതം പറഞ്ഞു. GAD തളിക്കുളം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമയ്യ പദ്ധതി അവതരണം നടത്തി. ലൈജു യോഗ ക്ലബിന്റെ വിശദീകരണവും സീനിയർ ഹൗസ് സർജൻ ഡോക്ടർ സൂര്യ, മൾട്ടിപർപ്പസ് വർക്കർ സുനേഷ, അറ്റൻഡർ മല്ലിക, PTS ഡിക്സൺ എന്നിവർ ആശംസകൾ അറിയിച്ചു. ഫാർമസിസ്റ്റ് അയന AN നന്ദി പറഞ്ഞു. ശാരീരികമായിട്ട് വലിയ അധ്വാനമുള്ള പണികളൊന്നും തന്നെ നമ്മുടെ കുടുംബങ്ങളിലില്ല, അല്ലെങ്കിൽ അതിന് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്നൊരു പകരം എന്നുള്ള രീതിയിൽ ഒരുപാട് രീതിയിൽ നമുക്കത് ഉപയോഗപ്പെടുത്താവുന്ന രീതികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് എന്താ സംഭവിച്ചേ, നമ്മുടെ ആരോഗ്യം ഒന്നിനും കൊള്ളാതെ ഉണ്ടാക്കിയെടുത്ത ഈ പൊടി കൊണ്ടുവന്ന് പുട്ടുണ്ടാക്കി തിന്ന് അവിടെ ഇരിക്കുക, വേറെ ഒരു പണിയും ചെയ്യില്ല. ഞാനടക്കമുള്ള ആളുകളെയാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് പൊതുവെ അത്തരത്തിലുള്ള പണികളില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കറിയാം, പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശരീരത്തിന് മാത്രമല്ല മനസ്സിനാണ് അല്ലേ. അതുവരെ ഒരു പ്രായം വരെ പണിയെടുത്തിരുന്ന നിങ്ങളെല്ലാവരും പെട്ടെന്ന് ഒരു ദിവസം പണിയെടുക്കാതെ മക്കൾ പറയും അച്ഛനും അമ്മയും ഒന്നിനും പോകണ്ട, വീട്ടിലിരുന്നാൽ മതി, വേണ്ട പൈസ ഒക്കെ ഞാൻ അയച്ചുതരാം നിങ്ങൾ. പക്ഷെ അതോടുകൂടി അവരുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്ന് നമ്മളൊന്നും അല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഇതിപ്പോൾ നടക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ്. അതിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 100 ദിന കർമ്മ പരിപാടി, ആ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ തന്നെ 10,000 ക്ലബ്ബുകൾ, യോഗ ക്ലബ്ബുകൾ രാജ്യ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചത് 1000 ക്ലബ്ബുകൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത് 1000 എന്നുള്ളത് വളരെ എളുപ്പത്തിൽ പൂർത്തീകരിക്കാവുന്നതാണെന്ന് പറ്റുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 10,000 യോഗ ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട് പ്രായമായിട്ടുള്ളവരെയും അല്ലെങ്കിൽ ആരോഗ്യം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെയും ശാരീരിക പ്രശ്നങ്ങൾ മാറ്റി മാനസിക പ്രശ്നങ്ങൾ മാറ്റി സമൂഹത്തിൽ ഊർജ്ജസ്വലരായിട്ടുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം.